നമസ്തേ. രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വഖഫ് ബോർഡിനെ ഹൈക്കോടതിയിൽ കനത്ത തിരിച്ചടി. വഖഫ് ഭൂമി അനധികൃതമായി കൈവശം വെച്ചെന്ന ക്രിമിനൽ കേസ് റദ്ദാക്കി. നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ലെന്നും നിരീക്ഷണം. മുനമ്പത്തേത് ഭൂജിഹാദ് എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്, ലാൻഡ് ജിഹാദ് എന്ന് തേജസ്വി സൂര്യ. വഖഫ് അധിനിവേശത്തിനെതിരെ ക്രൈസ്തവ സഭകൾ തലസ്ഥാനത്ത് പ്രതിഷേധ കൂട്ടായ്മ നടത്തി. വഖഫ് അധിനിവേശം തുറന്നുകാട്ടി ജനം TV ലൈവത്തോൺ. തൃശൂർ ചാവക്കാട് 37 കുടുംബങ്ങൾക്ക് വഖഫ് നോട്ടീസ്. മുനമ്പം മാതൃകയിൽ ജനകീയ സമരമെന്ന് BJP. വയനാട്ടിലും കോഴിക്കോടും വിവിധ സ്ഥലങ്ങളിൽ അവകാശവാദം. ഭൂമിയുടെ പട്ടിക ജനം TVക്ക്. ജനം എക്സ്ക്ലൂസീവ്. കോൺഗ്രസ് വനവാസികളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷ്യം വിവിധ ജാതികളായി ഭിന്നിപ്പിക്കുക. വനവാസികൾ ഒന്നിച്ചു നിൽക്കണമെന്നും പ്രധാനമന്ത്രി. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. തെരഞ്ഞെടുപ്പ് 43 സീറ്റുകളിലേക്ക്. അധികാരത്തിലെത്തുന്ന ദിനം ഗ്രീൻ ന്യൂ ഡീൽ അവസാനിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. പദ്ധതിക്ക് ചെലവാക്കുന്ന കോടികൾ പ്രയോജനമില്ലാതെ പോകുന്നതായും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ്. വഖഫ് നിയമത്തിൻ്റെ മറവിൽ മുനമ്പത്ത് അടക്കം ഭാരതത്തിൽ നടക്കുന്നത് ഭൂജിഹാദ് എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയമങ്ങളെന്ന ആവശ്യം വീണ്ടും ഉയർത്തുന്നത് അപകടമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി സുരേന്ദ്ര ജെയിൻ. ഹൈന്ദവ ആഘോഷങ്ങൾക്ക് നേരെ സംഘടിത ആക്രമണങ്ങൾ നടക്കുന്നതായി പറഞ്ഞ സുരേന്ദ്ര ജെയിൻ മല്ലു ഹിന്ദു ഗ്രൂപ്പ് വിഷയത്തിൽ നടപടിയെടുത്ത പിണറായി സർക്കാരിനെയും വിമർശിച്ചു. 2023 ജനുവരി മുതൽ കഴിഞ്ഞ ആഴ്ച നടന്ന ഛഠ് പൂജകൾക്ക് നേരെ നടന്ന അക്രമങ്ങളടക്കം ഹൈന്ദവ ആഘോഷങ്ങൾക്കും പൂജകൾക്കുമെതിരെ 300-ലധികം സംഘടിത അക്രമങ്ങൾ നടന്നതായാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാട്ടുന്നത്. ദീപാവലി ആഘോഷങ്ങളടക്കം ആക്രമിക്കപ്പെട്ടു. ഹിന്ദു സഹോദരിമാർക്ക് നേരെയും അക്രമങ്ങൾ നടന്നതായി പറഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ നേതൃത്വം എല്ലാം ജിഹാദി പ്രവർത്തനങ്ങൾ തന്നെയാണെന്ന് അടിവരയിടുന്നു. जिहादियों ने हिंदू समाज पर जो हमले किए हैं उन हमलों की सूची जारी कर रहे हैं. 300 से अधिक हमले हिंदुओं के त्योहारों पर, हिंदुओं की शोभा यात्राओं पर, हमारे मंदिरों पर, हमारे समाज पर या हमारी बहनों पर हुए हैं. വഖഫ് നിയമത്തിന്റെ മറവിൽ കേരളം മുതൽ ജമ്മു കാശ്മീർ വരെ അനധികൃത കയ്യേറ്റങ്ങളാണ്. മുനമ്പത്തടക്കം ഭാരതത്തിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഭൂജിഹാദാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി സുരേന്ദ്ര ജെയിൻ വ്യക്തമാക്കി. In the name of Waqf Board, land mafia is working. They are grabbing the land. दिल्ली के अंदर 123 प्रॉपर्टीज कोर्ट के माध्यम से हमने वक्फ से मुक्त कराई थी. ये लैंड जिहाद है. गुरुग्राम के अंदर पालम विहार के पास बाहर एक बहुत बड़ा पार्क है सार्वजनिक, हमेशा से है, मैं बाल्यकाल से देख रहा हूं. अचानक वो वक्फ की प्रॉपर्टी हो जाती है, उस पर मस्जिद बनाने की घोषणा हो जाती है और उस समय की कांग्रेस सरकार उनको हाँ कहती है, हाँ ये वक्फ की प्रॉपर्टी है. മല്ലു ഹിന്ദു ഗ്രൂപ്പ് വിഷയത്തിൽ നടപടിയെടുത്ത സർക്കാർ ചില മുസ്ലിം ഉദ്യോഗസ്ഥർ നിയമാനുസൃതമല്ലാത്ത സംഭവങ്ങളിൽ ഏർപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉയർത്തി. When one thing is proper or regular in case of Muslim officers, why it is not regular or proper in the case of Hindu officers? ജനം, ഡൽഹി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, നമുക്കറിയാവുന്നതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് വളരെ കൃത്യമായ നിലപാട് തന്നെയാണ് മുനമ്പം വിഷയത്തിൽ ഉൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പല വിഷയങ്ങളും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. സുരേന്ദ്ര ജെയിൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ പരാമർശിക്കുകയുണ്ടായി. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്?
ഐസൻ, ഹിന്ദു സമൂഹം നേരിടുന്ന വിവിധ വെല്ലുവിളികളും അതിക്രമങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ ജോയിന്റ് സെക്രട്ടറി സുരേന്ദ്ര ജെയിൻ ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ചും അതിക്രമങ്ങൾ സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം 300-ലധികം അതിക്രമങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെ, സംഘടിത അക്രമങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെയുണ്ടായി. അത് ദുർഗാപൂജയ്ക്ക് നേരെയും ദീപാവലി ആഘോഷത്തിന് നേരെയും ഹനുമാൻ ഘോഷയാത്രയ്ക്ക് നേരെയും ഉൾപ്പെടെ അത്തരത്തിൽ ഹൈന്ദവ ആഘോഷങ്ങളിൽ സംഘടിതമായ അക്രമങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പോലും ഉണ്ടായി. അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്, ഹിന്ദു സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടതാണ് എന്നതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം ഐസൻ സൂചിപ്പിച്ചതുപോലെ മുനമ്പം വിഷയവും വഖഫ് വിഷയവും വളരെ കൃത്യമായി ദേശീയ തലത്തിലും വിശ്വ ഹിന്ദു പരിഷത്ത് ചർച്ചയാക്കുകയാണ്. വഖഫിന്റെ കൊച്ചിയിലെ മുനമ്പം വിഷയമാണെങ്കിലും ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഭൂപ്രദേശത്തെ, രാജ്യത്തെ മുഴുവൻ ഭൂപ്രദേശം എടുത്ത് പരിശോധിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഭൂമി കയ്യേറ്റത്തിലൂടെ നടക്കുന്നത് ഭൂജിഹാദാണ് എന്ന വേർഡാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. യാതൊരു അടിസ്ഥാനവുമില്ലാതെ, യാതൊരു തലത്തിലുള്ള ആധികാരികതയും ഇല്ലാതെ വഖഫ് ബോർഡ് സാധാരണക്കാരുടെ ഭൂമി കയ്യേറുകയാണ്. നിരവധി ക്ഷേത്രങ്ങളുടെ ഭൂമി, സർക്കാരിൻ്റെ ഭൂമി, പൊതുസ്വത്തായി കണക്കാക്കേണ്ട ഭൂമി വരെയും വഖഫ് ബോർഡ് കയ്യേറുന്നു. അവർക്ക് യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണമില്ലാത്ത അവസ്ഥയാണ്. അവരെ കയറഴിച്ചു വിട്ടത്, അല്ലെങ്കിൽ അവരെ ഇത്തരത്തിൽ നിയന്ത്രണങ്ങളില്ലാത്ത അധികാരങ്ങൾ നൽകിയത് കോൺഗ്രസ് ആണ് എന്നതുകൂടി വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുനമ്പം വിഷയം പ്രത്യേകിച്ച് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ നേതൃത്വം എടുത്തു പറയുകയുണ്ടായി. കാരണം കഴിഞ്ഞ ദിവസവും ദേശീയ തലത്തിൽ മുനമ്പത്തെ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കാരണം 610-ലധികം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയം വലിയ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവിന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മുനമ്പം വിഷയം പ്രത്യേകം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി നൽകിയിരുന്നു. ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്തും ആ വിഷയം എടുത്തു പറയുകയുണ്ടായി. മുനമ്പത്ത് നടന്നിട്ടുള്ളത് ഭൂജിഹാദാണ്. മുനമ്പത്ത് മാത്രമല്ല, കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള ഭൂപ്രദേശങ്ങളിൽ വഖഫ് ബോർഡ് നടത്തുന്നത് ഭൂജിഹാദാണ് എന്നുള്ള കാര്യമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഒരു പ്രത്യേക മതത്തിന് മാത്രം പ്രത്യേകമായ നിയമങ്ങൾ രാജ്യത്തിന് വേണം എന്ന അവകാശവാദങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ പൗരന്മാർക്കും ഒരേ നിയമം ബാധകമാകുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ചില മതത്തിന് മാത്രം, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിന് മാത്രം, അവർക്ക് മാത്രം പ്രത്യേക നിയമം അനുവദിക്കണം എന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. അതിനെതിരെ ശക്തമായ ശബ്ദമുയരേണ്ട സമയമാണിതെന്നും വഖഫ് ബോർഡ് അധിനിവേശത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ദേശീയ തലത്തിലുണ്ടാകുമെന്നും ഹിന്ദു സമൂഹത്തിനെതിരെ നടക്കുന്ന സംഘടിത അതിക്രമങ്ങൾ ചെറുത്തു തോൽപ്പിക്കും എന്നുള്ളതുമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് വ്യക്തമാക്കിയത്. ഐസൻ. അതുപോലെ തന്നെ ജിഷ്ണു, മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഹിന്ദു ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. പലയിടങ്ങളിലും നടന്ന ആക്രമണങ്ങൾ സംബന്ധിച്ചൊരു പരാമർശമാണ് ഉണ്ടായത്. അക്കാര്യത്തിൽ എന്ത് നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്, സുരേന്ദ്ര ജെയിൻ സ്വീകരിച്ചത്? എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്? ഐസൻ, ആ ഒരു വിഷയം വളരെ കൃത്യമായി തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ ജോയിന്റ് സെക്രട്ടറി സുരേന്ദ്ര ജെയിൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം, ഈ ഒരു ഛാട്ട് പൂജ സമയം വരെ മാത്രം ഹൈന്ദവ ആഘോഷങ്ങൾക്ക് നേരെ, അല്ലെങ്കിൽ ഹൈന്ദവർക്ക് നേരെ സംഘടിതമായ 300-ലധികം അതിക്രമങ്ങൾ നടന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഹനുമാൻ ഘോഷയാത്രയ്ക്ക് നേരെയും ദുർഗാപൂജയ്ക്ക് നേരെയും ഛാട്ട് പൂജയ്ക്കും ദീപാവലി ആഘോഷങ്ങൾക്കും നേരെ സംഘടിതമായ അതിക്രമങ്ങൾ നടക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, വളരെ കൃത്യമായി സംഘടിതമായ ആസൂത്രിതമായ അക്രമങ്ങൾ ഹൈന്ദവ ആഘോഷങ്ങൾക്ക് നേരെ നടത്തുകയാണ്. അത് ചെറുത്തു തോൽപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതിനെതിരെ ഹിന്ദു സമൂഹം ഒരുമിച്ച് നിൽക്കണമെന്നും ഒപ്പം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ പരാതികൾ നൽകിയിട്ടുണ്ട്. അതിൽ ശക്തമായ നിയമ നടപടി നിയമാനുസൃതമായി സർക്കാരുകൾ കൈക്കൊള്ളണം. അതിനുമപ്പുറത്തേക്ക് ഇനി ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഹിന്ദു സമൂഹം ഒരുമിച്ച് നിന്ന് ഇത്തരം അതിക്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണം എന്നുള്ളത് കൂടിയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നിലപാട് വ്യക്തമാക്കിയത്. ഐസൻ. ശരി ജിഷ്ണു. മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രിയും കോൺഗ്രസും വ്യാജ വാഗ്ദാനം നൽകുന്നുവെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ. ആത്മാർത്ഥതയുണ്ടെങ്കിൽ കോൺഗ്രസും ഇടതുപക്ഷവും വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്നും പ്രകാശ് ജാവ്ദേക്കർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ വഖഫ് ബോർഡ് കടന്നുകയറ്റം ദേശീയ തലത്തിലും ചർച്ചയാക്കിയിരിക്കുകയാണ് BJP.
1995 വഖഫ് നിയമമാണ് നിലവിൽ രാജ്യത്ത് പ്രാബല്യത്തിലുള്ളത്. ഏത് ഭൂമിയെയും വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്നതിന് വഖഫ് ബോർഡുകൾക്ക് നിയന്ത്രണമില്ലാത്ത അധികാരങ്ങൾ നൽകുന്നതാണ് ഈ നിയമം. അവിടെ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു അധികാരവുമില്ലെന്ന മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവദേക്കർ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. വസ്തുതകൾ ഇതാണെന്നിരിക്കെ മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസും നൽകുന്ന വാഗ്ദാനം വ്യാജമാണെന്നും BJPയുടെ കേരളത്തിന്റെ പ്രഭാരി കൂടിയായ പ്രകാശ് ജാവദേക്കർ വ്യക്തമാക്കി. മുനമ്പം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ LDFും UDFും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ NDA സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണം. വഖഫ് ബോർഡിനുള്ള അമിതാധികാരവും അവകാശവും ഒഴിവാക്കി സുതാര്യമാക്കുവാനുള്ള നിയമ ഭേദഗതിയാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്നും ജാവദേക്കർ പറഞ്ഞു. ഇരുമുന്നണികൾക്കും യാഥാർത്ഥ്യം ബോധ്യമാണെന്നിരിക്കെ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കാത്തത് ജനവഞ്ചനയാണെന്നും പ്രകാശ് ജാവദേക്കർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. കേരളത്തിൽ വഖഫ് ബോർഡ് നടത്തുന്ന അനധികൃത കടന്നുകയറ്റം വ്യക്തമാക്കി BJP നേതാവ് ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറും സമാന പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ വ്യക്തമാക്കിയതാണ്. ജനം, ഡൽഹി. തന്ത്രപ്രധാന പദവികളിലേക്ക് തെരഞ്ഞെടുപ്പ് തുടർന്ന് ട്രംപ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ പദവിയിലേക്ക് മൈക്കൽ വാൾട്സിനെ തിരഞ്ഞെടുത്തു. നേരത്തെ ഡൊണാൾഡ് ട്രംപ് എലീസി സ്റ്റെഫാനിക്കിനെ US അംബാസിഡറായി നിയമനത്തിനും തിരഞ്ഞെടുത്തിരുന്നു. ലീ സെൽഡിൻ, ടോം ഹോമാൻ എന്നിവരെയും തന്ത്രപ്രധാന പദവികളിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഭാരതത്തിനായുള്ള US കോൺഗ്രസ് സമിതി അധ്യക്ഷനാണ് വാൾട്സ്. ചൈനയ്ക്കെതിരായ നിലപാടുകൾ വഴിയാണ് വാൾട്സ് ശ്രദ്ധേയനാകുന്നത്. മുൻ സൈനിക ഉദ്യോഗസ്ഥനായ ഇദ്ദേഹത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കാനാണ് ട്രംപിന്റെ തീരുമാനം. സൈനിക ഉദ്യോഗസ്ഥനായി അഫ്ഗാനിസ്ഥാൻ, പശ്ചിമേഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ച അനുഭവ സമ്പത്തും അദ്ദേഹത്തിനുണ്ട്. നേരത്തെ എലീസി സ്റ്റെഫാനിക്കിനെ UN-ലെ സ്ഥിരം അംബാസിഡർ നിയമനത്തിനും തെരഞ്ഞെടുത്തിരുന്നു. ഇസ്രായേൽ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന ഇവർ ഹമസിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നവരുമാണ്. പോലീസ് ഉദ്യോഗസ്ഥനായ ടോം ഹോമനെയും ട്രംപ് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അനധികൃത കുടിയേറ്റ വിഷയങ്ങളിൽ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കുന്നതിന് പ്രത്യേക താൽപ്പര്യമെടുത്ത് പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണ് ടോം ഹോമൻ. ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് പ്രതിരോധിച്ചതിൽ പ്രധാനിയാണ് ലീ സെൽഡിൻ. കുടിയേറ്റ വിഷയങ്ങളും അന്താരാഷ്ട്ര ഭീകരവാദവും കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ട്രംപ് എന്ന് തെളിയിക്കുന്നതാണ് പുതിയ തെരഞ്ഞെടുപ്പുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കോൺഗ്രസ് വനവാസികളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ ജാതികളായി വനവാസികളെ ഭിന്നിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഈ ഗൂഢനീക്കത്തിനെതിരെ വനവാസികൾ ഒന്നിച്ചു നിൽക്കണമെന്നും പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ പറഞ്ഞു. വനവാസികളെ അവരുടെ വ്യത്യസ്ത ജാതികളുടെ പേരിൽ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. കോൺഗ്രസിന്റെ രാജകുമാരൻ വിദേശ പര്യടന വേളയിൽ ഇക്കാര്യം പറയുകയും ചെയ്തു. വനവാസി വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. कांग्रेस अब आदिवासी समाज को जातियों में बांटकर टुकड़े टुकड़े करके कमजोर करना चाहती है. यहां चिमूर, चंद्रपुर में भी बड़ी संख्या में मेरे आदिवासी भाई बहन रहते हैं. कांग्रेस चाहती है कि हमारे आदिवासी भाई ST के रूप में उनकी पहचान खो दें, आदिवासी के रूप में उनकी पहचान खो दें, उनकी ताकत से उनकी जो पहचान बनी है वो बिखर जाए. सारे आदिवासी समाज की छोटी छोटी जातियां अपने आप को ST के नाते भूल जाए, आदिवासी के नाते भूल जाए, सिर्फ जाति के रूप में याद रखें और आपस में लड़ें, आपकी एकता टूट जाए. കോൺഗ്രസിന്റെ ഗൂഢതന്ത്രങ്ങളിൽ വീഴരുത്, ഒന്നിച്ചു നിന്നാണ് സ്വയം സുരക്ഷിതരാകേണ്ടതെന്നും പ്രധാനമന്ത്രി വനവാസികളെ ഓർമ്മിപ്പിച്ചു. विदेश में जाकर कांग्रेस के शहजादे खुद ये ऐलान कर चुके हैं. इसलिए मैं कहता हूं, हमें कांग्रेस के इस षड्यंत्र का शिकार नहीं होना है. हमें एकजुट रहना है. और इसलिए मेरा तो आपसे एक ही आग्रह है, हम एक रहेंगे तो सेफ रहेंगे. हम एक रहेंगे तो
हम एक रहेंगे तो, और साथियों आप जानते हैं, अगर आप एक नहीं रहे, आपकी एकजुटता टूटी, तो सबसे पहले क्या होगा? कांग्रेस आपका आरक्षण छीन लेगी. ഭാരതത്തിലെ ജനസംഖ്യയുടെ 10% വനവാസികളാണ്. നിർണായകമായ ഈ ശക്തിയെ തകർക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നും മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം. കരസേനയുടെ പ്രചണ്ഡ് ഹെലികോപ്റ്ററിൽ നിന്നുള്ള ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഫയറിംഗ് വിജയകരം. ഇന്ത്യൻ ആർമിയുടെ യുദ്ധമുഖത്ത് പ്രയോഗിക്കുന്ന ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കരുത്ത് കാണിക്കുന്നതാണ് പ്രകടനമെന്നും സൈന്യം അറിയിച്ചു. കാലഘട്ടത്തിൻ്റെ ആക്രമണശേഷി ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് പരീക്ഷണ വിജയമെന്നും ആർമി അറിയിച്ചു. ഖത്തറിൽ നടന്ന ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായ പങ്കജ് അദ്വാനിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയ പങ്കജ് അദ്വാനിയെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അർപ്പണബോധവും കർമ്മോത്സുകതയും ഏറെ ശ്രേഷ്ഠമാണ്. വിജയം മികവിൻ്റെ പ്രകടനവുമാണ്. മറ്റു കായിക താരങ്ങൾക്ക് പ്രോത്സാഹനമാണെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. വിജയത്തിൽ പിന്തുണ നൽകിയവർക്ക് നന്ദി അറിയിച്ച് പങ്കജ് അദ്വാനി ഇട്ട എക്സിലെ കുറിപ്പും പ്രധാനമന്ത്രി പങ്കുവച്ചിട്ടുണ്ട്. അധികാരത്തിലെത്തുന്ന ദിനം ഗ്രീൻ ന്യൂ ഡീൽ അവസാനിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. പദ്ധതിക്ക് ചെലവാക്കുന്ന കോടികൾ ഒരു പ്രയോജനവുമില്ലാതെ പോവുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിന് നടപ്പാക്കിയ പദ്ധതിയാണ് ഗ്രീൻ ന്യൂ ഡീൽ. പണപ്പെരുപ്പം കർശനമായി നിയന്ത്രിക്കുമെന്ന ഉറച്ച നിലപാടാണ് ട്രംപ് പ്രചാരണവേളയിൽ ഉടനീളം പിന്തുടർന്നത്. ഊർജ്ജോത്പാദനത്തിൽ വൻതോതിൽ തുക ചെലവഴിക്കപ്പെടുന്നത് വിലവർദ്ധനവിന് കാരണമാകുന്നുവെന്ന് ട്രംപ് നിലപാടെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ഗ്രീൻ ന്യൂ ഡീൽ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കാനാണ് ട്രംപിൻ്റെ തീരുമാനം. അധികാരത്തിലെത്തി ആദ്യ ദിവസം തന്നെ ഗ്രീൻ ന്യൂ ഡീൽ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. Starting on day one, we will end Kamala's war on American energy and we will drill, baby drill. We're going to drill, baby drill. That's going to bring down prices of everything because energy brought it up. We're going to terminate the Green New Scam. It's called the Green New Deal. It's a scam. We took almost $10 trillion for nonsense, for absolute nonsense. We'll do bridges, we'll do roads, we'll do things that we need, but we're not going to be spending it or wasting it stupidly and have China laugh at us. 2007 ഗ്രീൻ ന്യൂ ഡീൽ സംബന്ധിച്ച ധാരണകൾ അമേരിക്കയിൽ നടപ്പാക്കാൻ തുടങ്ങിയത്. ഹരിത പ്രകൃതി സൗഹൃദ ഊർജ്ജോത്പാദനത്തിന് കൃത്യമായ ബജറ്റ് ഫണ്ടുകൾ അന്നു മുതൽ നീക്കിവെക്കാൻ ആരംഭിച്ചു. എന്നാൽ ഊർജ്ജോത്പാദനത്തിൽ കാര്യമായ പുരോഗതി പദ്ധതിക്ക് നൽകാനുമായില്ല. ആത്യന്തികമായി പണപ്പെരുപ്പവും വർദ്ധിച്ചത് സമൂഹത്തെ ദുരിതത്തിലുമാക്കി. ഈ സാഹചര്യത്തിലാണ് ട്രംപിൻ്റെ നിലപാട് വ്യക്തമാക്കൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഭിന്നിച്ചു നിൽക്കുന്ന ഹൈന്ദവ സമൂഹം ഒന്നാകണമെന്ന് പ്രമുഖ ആധ്യാത്മിക ആചാര്യൻ സ്വാമി രാമഭദ്രാചാര്യ. ഹൈന്ദവ സമൂഹം ഒന്നിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് പിന്നാലെയാണ് സന്യാസി സമൂഹവും സമാന ആവശ്യം വീണ്ടും ഉന്നയിക്കുന്നത്. സന്യാസിമാർക്ക് രാഷ്ട്രീയം നിഷിദ്ധമല്ലെന്നും ബൂട്ട് ധരിച്ച ഗുണ്ടകളുടെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് തടയണമെന്നും സ്വാമി രാമഭദ്രാചാര്യ വ്യക്തമാക്കി. ഹിന്ദുക്കൾ പല വിഭാഗങ്ങളായി ഭിന്നിച്ചു നിൽക്കുകയാണ്. എന്നാൽ വിവിധ വിഭാഗങ്ങളായി മാറി നിൽക്കേണ്ടവരല്ല ഹൈന്ദവ സമൂഹമെന്നും ഹിന്ദുക്കൾ ഒന്നാകേണ്ട കാലം അതിക്രമിച്ചുവെന്നും പ്രമുഖ ആധ്യാത്മിക പണ്ഡിതൻ സ്വാമി രാമഭദ്രാചാര്യ ചൂണ്ടിക്കാട്ടി. കയ്യിലെ ചില വിരലുകൾക്ക് ശക്തി കുറഞ്ഞേക്കാം, മുഷ്ടി ചുരുട്ടുമ്പോൾ ശക്തി പ്രകടമാകുകയാണ്. എല്ലാ മറകളും നീക്കി ഹൈന്ദവ സമൂഹം ശക്തമാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. राजनीति गुंडों को करनी चाहिए, राजनीति लुच्चों को करनी चाहिए, राजनीति लफंगों को करनी चाहिए, भगवाधारी को ही राजनीति करनी चाहिए. ये भगवा ध्वज, ये भगवा रंग भगवान का रंग है. इसी भगवे झंडे को शिवाजी ने फहराकर पूरे राष्ट्र को एक कर दिया, महाराष्ट्र को एक कर दिया था. तो भगवाधारी को ही राजनीति करनी चाहिए, सूटेड बूटेड को भारत में राजनीति नहीं करनी चाहिए. സന്യാസിക്ക് രാഷ്ട്രീയവും രാജ്യഭരണവും നിഷിദ്ധമല്ലെന്ന് വ്യക്തമാക്കിയ സ്വാമി രാമഭദ്രാചാര്യ ബൂട്ടിട്ട ഗുണ്ടകളുടെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് തടയണമെന്നും ആവശ്യപ്പെട്ടു.
കാഷായ വസ്ത്രധാരി രാഷ്ട്രീയത്തിലേക്കെത്തി മുഖ്യമന്ത്രിയായി എന്ന യോഗി ആദിത്യനാഥിനെ പരിഹസിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ പരാമർശം വിവാദമായിരുന്നു. ഭിന്നതകൾ മാറ്റി ഹൈന്ദവ സമൂഹം ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഹൈന്ദവ ആചാര്യന്മാരും സമാന ആവശ്യം വീണ്ടും മുന്നോട്ട് വെക്കുന്നത്. ജനം, ഡൽഹി. ഇനി മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. മഹാഗണ്ട്. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 43 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. റാഞ്ചി, ജംഷഡ്പൂർ വെസ്റ്റ്, ജഗന്നാഥ്പൂർ, ജംഷഡ്പൂർ ഈസ്റ്റ് തുടങ്ങിയ ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കാനുള്ള നടപടികൾ ഉറപ്പാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 5 ജില്ലകളിലായി 225 പ്രശ്നബാധിത ബൂത്തുകളാണ് സംസ്ഥാനത്തുള്ളത്. ഈ മാസം 20-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. വിവിധ സംസ്ഥാനങ്ങളിലായി 33 നിയമസഭാ സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പും നാളെ നടക്കും. ഉദ്ധവ് വിഭാഗം ശിവസേന BJPയുമായി അടുപ്പം പുലർത്തുന്നതായി ബഹുജൻ അഘാദി നേതാവ് പ്രകാശ് അംബേദ്കർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രകാശ് അംബേദ്കറുടെ പരാമർശം മഹാരാഷ്ട്രയിൽ ചർച്ചയായി. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡിയുമായി ഉദ്ധവ് വിഭാഗം ശിവസേന അകലുന്നതായും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ചപ്പോൾ ആ ബില്ലിനെ എതിർക്കാൻ ഉദ്ധവ് വിഭാഗം ശിവസേന എംപിമാരാരും സഭയിലുണ്ടായിരുന്നില്ല. ഇത് ഉദ്ധവ് താക്കറെ BJPയുമായി വീണ്ടും അടുക്കുന്നു എന്നതിന്റെ സൂചനയാണെന്നാണ് ബഹുജൻ അഘാഡി നേതാവ് പ്രകാശ് അംബേദ്കറുടെ വാദം. ഏത് സാഹചര്യത്തിലാണ് BJPക്ക് പിന്തുണ നൽകുന്നതെന്നും എന്തൊക്കെ ഉപാധികളാണ് ഉള്ളതെന്നും ഉദ്ധവ് താക്കറെ വെളിപ്പെടുത്തണമെന്നും പ്രകാശ് അംബേദ്കർ ആവശ്യപ്പെട്ടു. उद्धव ठाकरे की जो ये संगठन है, उनका खुला खुला रिश्ता जो है वो बीजेपी के साथ में दिखाई देता है. तो आप किस हालात में उनको सपोर्ट दे रहे हैं, इसका खुलासा कर लीजिए. क्या आपने उसे लिखित लिया है कि भी हाँ ये 5 साल के लिए जो अगाड़ी उस 5 साल की अगाड़ी के लिए रहेंगे? जब हकीकत ये आई है सामने है कि वक्फ बिल के बारे में जब पेश हुआ था तो उद्धव ठाकरे के जितने भी खासदार थे वो सब हाउस में उपस्थित नहीं थे. जो विरोध करना चाहिए जो विरोध नहीं किया. പ്രകാശ് അംബേദ്കറുടെ വാക്കുകൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ചർച്ചയാകുകയാണ്. മഹാരാഷ്ട്രയിൽ അധികാരത്തിലിരിക്കുന്ന BJPയും ശിവസേനയും NCPയും അടങ്ങുന്ന മഹായുതി സഖ്യവും കോൺഗ്രസും NCP ശരത് പവാർ വിഭാഗവും ശിവസേന ഉദ്ധവ് വിഭാഗവും അടങ്ങുന്ന മഹാവികാസ് അഘാഡിയും തമ്മിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. പ്രകാശ് അംബേദ്കർ നയിക്കുന്ന വഞ്ചിത് ബഹുജൻ അഘാഡിയുടെ സാന്നിധ്യവും മത്സരരംഗത്തുണ്ട്. മഹാരാഷ്ട്രയിലെ 288 അംഗ നിയമസഭയിലേക്ക് 20-നാണ് തെരഞ്ഞെടുപ്പ്. 23-ന് ഫലം പ്രഖ്യാപിക്കും. ജനം, ഡൽഹി. രാജ്യാന്തരം സമാപിക്കുന്നു. ഇനി നാളെ കാണാം. നമസ്തേ.